വട്ടം ഞങ്ങൾ തുടരുമെന്ന് പറയുന്ന ഗോവിന്ദൻ മാഷും CPM ഭരണ നേതൃത്വവും എസ്പെഷ്യലി പിണറായി വിജയനും കേൾക്കാൻ നിങ്ങളോടുണ്ട് വോക്സിന് ചില ചോദ്യങ്ങൾ. നിങ്ങളെടുത്ത തീരുമാനങ്ങൾ കർക്കശമാണെന്ന് പറയുന്നത് പാർട്ടി വലിയ രീതിയിൽ ഇങ്ങനെ ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് പറയുന്നതെടുത്ത് നിങ്ങൾ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ലോകത്ത് മലയാളികളുള്ളിടത്ത് മുഴുവനും എന്തിനാരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ടീച്ചറിനെ മാറ്റി എന്നുള്ളതിന് ഇന്നും ഒരു ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ വീണ ജോർജ് തികഞ്ഞ പരാജയമായി നിങ്ങളുടെ അതിവിധേയയായി തുടരുന്നു എന്ന ഒറ്റ കാരണമല്ലാതെ നിങ്ങളുടെ കണ്ണിലല്ലാതെ ഒരു കഴിവുള്ളതായി തോന്നാത്ത രീതിയിൽ വീണ എന്ന മന്ത്രി വീണെടുത്ത് കിടക്കുമ്പോൾ നിങ്ങളോടൊരു ചോദ്യമാണ്, എന്തായിരുന്നു പിണറായി വിജയൻ്റെ ആ തീരുമാനം ശരിയാണെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായങ്ങളുണ്ടെങ്കിലും മലയാളി മനസാക്ഷി അങ്ങനെ കരുതുന്നില്ല. 2, G. സുധാകരനെ പോലെയുള്ള തോമസ് ഐസക്കിനെ പോലെയുള്ള എണ്ണം പറഞ്ഞ നേതാക്കന്മാരെ സൈഡിലിരുത്തി മുൻനിരയിൽ യുവ നേതൃത്വത്തിനെ കൊണ്ടുവരുന്നു, ശക്തമായി ഞങ്ങൾ ഭരണം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ കാണിച്ചു വെച്ച ആ തീരുമാനം, നിങ്ങൾക്ക് വേണ്ടി മാത്രം എടുത്ത ആ തീരുമാനം ശരിയായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടി മാത്രം പിണറായി എന്ന് പറയുന്ന ഒരു അച്ചുതണ്ടിൽ ഒരൊറ്റ കോണിൽ CPM ഇങ്ങനെ ഒതുങ്ങുമ്പോൾ, കമ്മ്യൂണിസം ഇങ്ങനെ ഒതുങ്ങുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി എഴുതപ്പെടുമ്പോൾ, നിങ്ങൾ കുതിരയുടെ ഇടാറടിച്ച പോലെ ഇങ്ങനെ ഒരു സൈഡ് മാത്രം കാണുമ്പോൾ, അത് തന്നെയാണ് കേരളവും ലോകവും കാണേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിന്ന് ഞങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങുന്ന സമയമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും നിങ്ങൾ ഓർത്തു വെക്കുക. അങ്ങനെ ഒരു തികഞ്ഞ പരാജയമായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ പോലീസ് വ്യവസ്ഥ നിങ്ങളെ വല്ലാതെ അതിനിങ്ങനെ ഒരു മോട്ടിവേഷനായി വരിക. എന്തിന്? നിങ്ങളിങ്ങനെ താഴെ വീഴാൻ. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ അന്നും ഇന്നും വെച്ചു പുലർത്തുന്ന ഒരു കർക്കശ നിലപാടോ നിങ്ങൾ നിലപാടിൻ്റെ രാജകുമാരനായി തുടരുന്നത് കൊണ്ടോ കേരളം മുഴുവൻ കണ്ണടച്ചിരുട്ടാക്കും എന്ന് നിങ്ങൾ കരുതണ്ട. വലിയ രീതിയിലുള്ള ഒരു ജനവിരുദ്ധത നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട് പിണറായി, ഒരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്, അത് ഞങ്ങൾക്കറിയാം. ഒരു വലിയ വിപ്ലവ സൂര്യനായി നിങ്ങൾ 1ാം ഭരണം കഴിഞ്ഞ് 2ാം ഭരണത്തിലേക്ക് വരുമ്പോൾ ആ ഭരണത്തിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ 2ാം വട്ടം കിട്ടാൻ സഹായിച്ച ആരോഗ്യവകുപ്പും പൊതുമരാമത്ത് വകുപ്പും നിങ്ങളുടെ തലയിൽ ആണിയടിച്ച പോലെ ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നതും കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ച നോവായി മാറും.